ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് ഇന്ന് നമ്മുടെ ഞാൻ കുറേ സിനിമാസ് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും അതിനകത്ത് എനിക്ക് കണ്ടിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്. കണ്ടിട്ടുള്ള എല്ലാം ഒന്നും ഓർമ്മയില്ല, ചിലതൊക്കെ ഞാൻ പറയാം. അപ്പം ഞാൻ കുറേയൊക്കെ OTT കണ്ടിട്ടുണ്ട്. OTT കണ്ടതെന്ന് പറയാം, അല്ലാതെ തിയേറ്ററിൽ പോയി കണ്ടതെന്ന് പറയാം. എനിക്ക് ഓർമ്മയുള്ളത് ആയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് പടം പ്രേമലുവാണ്. പ്രേമലു ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല. പിന്നെ അപ്പോൾ പോകാൻ പറ്റിയ ഇതല്ലായിരുന്നു. അപ്പോൾ ഞാൻ OTT ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ പ്രേമലു അടിപൊളി പടം ആയിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ ഇറങ്ങിയ പടം. എന്നാലും ഞാൻ ഇപ്പോഴും അതിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പോയി കണ്ട പടമാണ് തുടരും എന്ന് പറഞ്ഞ പടം. തുടരും എന്ന് പറഞ്ഞ പടം ഇനിയും തുടരുമായിരിക്കും. ആ പടം ഒന്നും പറയാനില്ല, അടിപൊളി. പ്രേമലുവും ആ പടവുമാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടങ്ങൾ. പിന്നെ ഇത് ഞാനിങ്ങനെ പടത്തിനെ കുറിച്ച് പറയാൻ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം തുടരുൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു. ബിക്കോസ് തുടരും അടിപൊളി പടമായിരുന്നു. തുടരുൻ്റെ പ്രത്യേകിച്ച് ഇനി പറയണ്ട, അന്ന് കുറേ പറഞ്ഞതാണ്. പിന്നെ ഞാൻ പണ്ടത്തെ 2022-2023 അപ്പോഴെങ്ങാണ്ട് ഇറങ്ങിയ സിനിമ RRR, അതും അടിപൊളി സിനിമയാണ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സിനിമ ഏതാ, മലയകൊടവല്ലം. പക്ഷെ അത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എന്തോ പോലെ. പിന്നെ ബറോസ്, അത് ഞാൻ ഇച്ചിരി കണ്ടുള്ളൂ. OTT ആണ് അത്. പിന്നെ കണ്ടിട്ടുള്ളത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി അത്രയ്ക്ക് നല്ല പടങ്ങൾ വേറെയില്ല. പിന്നെ പുലിമുരുകൻ, അത് ഞാൻ OTT ആണോ പോയാണോ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അടിപൊളി പടമായിരുന്നു. ലാലേട്ടൻ്റെ പടമായിരുന്നു തുടരും. അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ. പുലിമുരുകന് അത് മറ്റേ പറഞ്ഞായിരുന്നു അന്ന്. അങ്ങനെ ഇത്ര സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിനിമകളൊക്കെ അടിപൊളി സിനിമകളാണ്. നിങ്ങൾക്ക് ഈ സിനിമകൾ നിങ്ങൾ ഇനി OTT കിടപ്പുണ്ട്. തുടരും വന്നതെന്ന് എനിക്കറിയത്തില്ല. ബാക്കി സിനിമകൾ OTT കിടപ്പുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളതൊന്ന് എടുത്ത് കണ്ടു നോക്കുക. അടിപൊളി പടങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ പിന്നെ കാണണ്ട. പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ പറയുന്ന പടങ്ങളൊക്കെ. പിന്നെ ഈ പ്രേമലു ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ആയിരുന്നു എനിക്കിഷ്ടം. ഞാനത് കണ്ടിരിക്കുകയായിരുന്നു അതിന് മുമ്പേ. പിന്നെ ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പേ ഇറങ്ങിയ പടമാണെങ്കിലും എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ആണ് മോഹൻലാലും പിന്നെ പിന്നെ ആരാ ശോഭനയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച മണിച്ചിത്രത്താഴ് ഞാൻ ഉണ്ടായിട്ട് കുറേ അത് ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് കുറേ നാൾ മുമ്പ് എടുത്താണ്. അപ്പം ആ പടം എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ആ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനകത്ത് ഡയലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പടം മോഹൻലാലും ശോഭനയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പടം. അത് കഴിഞ്ഞിട്ട് ഇതേ വരുന്നുണ്ട്. അപ്പം ഇത് അടിപൊളി പടം അത് വെച്ചാൽ എല്ലാം ഈ ഞാൻ പറഞ്ഞ പടം എല്ലാം അടിപൊളിയാണ്. മലയക്കോട്ടെ ബാലുവിനും ബറോസും ഞാൻ അത്രയ്ക്ക് നല്ല. പിന്നെ ഈ അടുത്തിറങ്ങിയ എമ്പുരാൻ എന്ന് പറഞ്ഞ പടമുണ്ട്, മോഹൻലാലിൻ്റെ തന്നെ. ശേഷം തുടരും ഇറങ്ങി. പക്ഷെ എമ്പുരാൻ ഞാൻ കണ്ടിട്ടില്ല. എമ്പുരാൻ ശരി ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ പടം എൻ്റെ അമ്മ കണ്ടു. അപ്പം അമ്മ പറയുന്നത് അത് അഴക്ക് പടമാണ്. അപ്പം ഞാൻ പിന്നെ കാണാൻ പോയില്ല. ഞാൻ കാണാൻ തുടങ്ങി അമ്മ കാണുന്നപ്പം പക്ഷെ അത് കൊള്ളത്തില്ലെന്ന് ഞാൻ കണ്ടില്ല. തുടക്കം കണ്ടപ്പോഴത്തേക്കും നിർത്തിയിട്ട് പ്രേമലു എടുത്തുണ്ട്. പ്രേമലു ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും മടുത്തിട്ട് വീണ്ടും ഏതെങ്കിലുമൊക്കെ സിനിമ ഇരുന്ന് കാണുമായിരുന്നു. സിനിമയല്ലേ റീൽസ് ഇങ്ങനെ കാണുമായിരുന്നു. ശരിക്കും ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ
ശരിക്കും നല്ല സിനിമകളാണ് ഈ സിനിമയൊക്കെ. ഇതിനകത്ത് കുറേ ടെററായിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല സീൻസ് ഒക്കെയാണ്. ഈ പടങ്ങളൊക്കെ നല്ല ഇതായിട്ട് പോവായിരുന്നു. നല്ല ഇതായിട്ട് ശരിക്കും ഒരു സൂപ്പർ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോവാണ്. പ്രേമലു ആണ് റിയലി ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്. പ്രേമലു കുറേ നാൾ മുമ്പ് ഒരു വർഷം മുമ്പ് ഇറങ്ങിയാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പ്രേമലു ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഈ മൂവി അത് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റിങ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ബെസ്റ്റ് സിനിമയാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ തിയേറ്ററിലില്ല. പിന്നെ നമ്മൾ OTT ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി സിനിമ തന്നെയാണ് പ്രേമലു. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇത് 100 കോടി കടന്നെന്നാണ് കേട്ടത്. അങ്ങനെ അപ്പം ഈ പ്രേമലു അടിപൊളി സിനിമയാണ്. അത് ഒരു എൻ്റർടൈൻമെൻറ്റിങ് ഒരു ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോകാൻ ഇങ്ങനെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ സീനായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഫ്ലാറ്റ് അടിപൊളിയായിട്ട് പോകുമായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടപ്പെടും. ആ പടം ശരിക്കും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണും. എല്ലാവരും കണ്ടു കാണും. പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പ്രേമലു അടിപൊളി സിനിമയാണ്. പ്രേമലു മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമയും കണ്ടു നോക്കും. ബെറോസും മലയക്കോട്ടെ വാലിബനും കാണണമെങ്കിൽ കണ്ടാൽ മതി. അത് അത്രയ്ക്ക് നല്ല പടമൊന്നുമില്ല. ബാക്കിയുള്ള പടങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം ഒഴിവ് സമയം കിട്ടുമ്പോൾ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.